കിട്ടിയാലും വീണ്ടും വീണ്ടും ചെന്ന് ചോദിച്ചു വാങ്ങുന്നത് ഒരു പതിവാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന മഹാശക്തി. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് തെക്കൻ ലെബനനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ആക്രമണ പരമ്പരകൾ. വെടിനിർത്തൽ കരാറുകൾ നിലവിലുണ്ടായിട്ടും അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ ചോരക്കളി തുടരുമ്പോൾ ഇതാ കടുത്ത അന്ത്യശാസനവുമായി ഇറാൻ തന്നെ നേരിട്ട് രംഗത്തെത്തി കഴിഞ്ഞു. ഇസ്രായേൽ തങ്ങളുടെ ഏകപക്ഷീയമായ സൈനിക നീക്കങ്ങൾ ഉടനടി അവസാനിപ്പിച്ചില്ലെങ്കിൽ പ്രവചനാതീതമായ പ്രത്യാഘാതങ്ങളും ശക്തമായ തിരിച്ചടിയും നേരിടേണ്ടി വരുമെന്നാണ് ഇറാന്റെ ഖദം അൽ അൻബിയ സെൻട്രൽ ആസ്ഥാനം കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സമാധാന കരാറുകളെല്ലാം ജലരേഖയാക്കി ഇസ്രായേൽ നടത്തുന്ന ഈ പുതിയ നീക്കം പശ്ചിമേഷ്യയെ വൻശക്തികൾ തമ്മിലുള്ള നേരിട്ടുള്ളൊരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ? വെടിനിർത്തൽ കരാറുകൾ നിലവിലുണ്ടായിരിക്കെ ഇസ്രായേൽ തെക്കൻ ലെബനനിൽ തുടർച്ചയായി സൈനിക നടപടികൾ നടത്തുകയാണെന്നും സാധാരണ ജനങ്ങളുടെ സുരക്ഷയെ അപകടത്തിലാക്കുന്ന ഇത്തരം നടപടികൾ അവസാനിപ്പിക്കാത്ത പക്ഷം ശക്തമായ പ്രതികരണം നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയത്. അതേസമയം അതിർത്തി സുരക്ഷയും സുരക്ഷാ ഭീഷണികളും നേരിടുന്നതിനായാണ് തങ്ങളുടെ സൈനിക നടപടികളെന്നാണ് ഇസ്രായേൽ വിവിധ അവസരങ്ങളിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. തെക്കൻ ലെബനനിലെ നബത്തിഹ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നടന്നതായി റിപ്പോർട്ട് ചെയ്യുന്ന വ്യോമാക്രമണങ്ങളും ഷെല്ലാക്രമണങ്ങളും നിരവധി സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുകയാണ്. പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വിവരങ്ങൾ പ്രകാരം മരണങ്ങളും പരിക്കുകളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിലെ നിരവധി കുടുംബങ്ങൾ വീടുകൾ ഉപേക്ഷിച്ച് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടായതായും മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഓരോ പുതിയ ആക്രമണത്തിന്റെയും പിന്നാലെ സമാധാന ശ്രമത്തിനുള്ള വിശ്വാസം ക്ഷയിക്കുകയും പുതിയ ഏറ്റുമുട്ടലുകളുടെ സാധ്യത ഉയരുകയും ചെയ്യുകയാണ്. ഇതിനിടെ ഇറാനും അമേരിക്കയും തമ്മിൽ ലെബനനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടുന്ന ഒരു ധാരണാപത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നുവെന്ന അവകാശവാദങ്ങളും അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിട്ടുണ്ട്. ഇറാന്റെ നിലപാട് പ്രകാരം മേഖലയിലെ സംഘർഷം കുറയ്ക്കുകയും ലെബനൻ ഉൾപ്പെടെയുള്ള മുന്നണികളിൽ സ്ഥിരമായ വെടിനിർത്തൽ ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തരം നീക്കങ്ങളുടെ ലക്ഷ്യം. എന്നാൽ ഇത്തരത്തിലുള്ള ധാരണകൾ പ്രാബല്യത്തിൽ വന്ന ശേഷവും ഇസ്രായേൽ ആക്രമണങ്ങൾ തുടരുകയാണ് എന്നാണ് ഇറാന്റെ ആരോപണം. ഈ വിഷയത്തിൽ വിവിധ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര നിരീക്ഷകരുടെയും വിലയിരുത്തലുകൾ തമ്മിൽ വ്യത്യാസമുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു വശത്ത് ലെബനനിലെ ഹിസ്ബുള്ള പ്രസ്ഥാനം അതിർത്തി മേഖലയിൽ ഇസ്രായേൽ സൈനിക വാഹന വ്യൂഹങ്ങളെ ലക്ഷ്യമിട്ട റോക്കറ്റുകളും ഡ്രോണുകളും പ്രയോഗിച്ചതായി അവകാശപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേൽ സേനയുടെ ടാങ്കുകളും കവചിത വാഹനങ്ങളും ഉൾപ്പെട്ട സൈനിക സംഘത്തെ തടയാൻ പ്രതിരോധ നടപടി സ്വീകരിച്ചുവെന്നാണ് സംഘടനയുടെ പ്രസ്താവന. എന്നാൽ ഇത്തരം അവകാശവാദങ്ങളുടെ കൃത്യത സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. യുദ്ധ സാഹചര്യങ്ങളിൽ ഇരു കക്ഷികളും വിവിധ യുദ്ധത്തിന്റെ ഭാഗമായും പരസ്പരം വ്യത്യസ്തമായ അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട് എന്നത് അന്താരാഷ്ട്ര സംഘർഷങ്ങളിൽ പതിവായി കാണപ്പെടുന്ന ഒന്നാണ്. സംഘർഷത്തിന്റെ മറ്റൊരു പ്രധാന വശമാണ് നയതന്ത്ര രംഗത്തെ നീക്കങ്ങൾ. ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഷെയ്ഖ് നയീം ഖാസിം ഇറാന്റെ ഇടപെടലുകളെ പ്രശംസിച്ച് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന് സന്ദേശം അയച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ലെബനനിലെ സംഘർഷം നിയന്ത്രിക്കുന്നതിൽ ഇറാൻ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ച അദ്ദേഹം മേഖലയിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്ക് ഇറാൻ തുടർച്ചയായി പിന്തുണ നൽകിയിട്ടുണ്ട് എന്നും അഭിപ്രായപ്പെട്ടു. ഇറാൻ, ഹിസ്ബുള്ള, ഇസ്രായേൽ എന്നീ കക്ഷികളുടെ പരസ്പര ബന്ധം പശ്ചിമേഷ്യയിലെ സുരക്ഷാ രാഷ്ട്രീയത്തിന്റെ നിർണായക ഘടകമായി തുടരുകയാണ്. ഇതിനൊപ്പം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയുടെ പ്രസ്താവനകളും ചർച്ചയാവുകയാണ്. ലെബനനെതിരായ ഭാവിയിലെ ആക്രമണങ്ങൾ ഏതെങ്കിലും സമാധാന ധാരണകളുടെ ആത്മാവിന് വിരുദ്ധമായി കണക്കാക്കപ്പെടുമെന്നും ലെബനനിലെ സ്ഥിരത ഉറപ്പാക്കാതെ മേഖലയിൽ ദീർഘകാല സമാധാനം സാധ്യമാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ, അതിർത്തി സുരക്ഷ, പ്രാദേശിക സായുധ സംഘടനകളുടെ സാന്നിധ്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്ന സങ്കീർണ വിഷയങ്ങൾ പരിഹരിക്കാതെ സ്ഥിരമായ വെടിനിർത്തൽ കൈവരിക്കുന്നത് ദുഷ്കരമാണ് എന്നാണ് നിരവധി വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനിടെ യുദ്ധത്തിന്റെ മാനുഷിക പ്രത്യാഘാതങ്ങളും കൂടുതൽ വ്യക്തമായി പുറത്തുവരുന്നുണ്ട്. നിരന്തരമായ ആക്രമണങ്ങളും അനിശ്ചിതത്വവും കാരണം അതിർത്തി പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതം താറുമാറായിരിക്കുകയാണ്. സ്കൂളുകൾ, ആശുപത്രികൾ, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ പ്രവർത്തനത്തെ പോലും സംഘർഷം ബാധിക്കുന്നതായി വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. സുരക്ഷാ ആശങ്കകൾ മൂലം സാധാരണ ജനങ്ങളുടെ കുടിയൊഴിപ്പിക്കൽ വർദ്ധിക്കുന്നതും മേഖലയിലെ മാനുഷിക പ്രതിസന്ധിയെ കൂടുതൽ രൂക്ഷമാക്കുന്ന ഘടകമാണ്. അതേസമയം ഇസ്രായേലിനകത്തും ദീർഘകാല സൈനിക വിന്യാസത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാണ്. ചില മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം തുടർച്ചയായ യുദ്ധ സാഹചര്യങ്ങൾ സൈനികരിൽ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുവെന്ന ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം വെറുമൊരു സൈനിക ഏറ്റുമുട്ടൽ മാത്രമല്ല, മറിച്ച് വൻശക്തികളുടെ നയതന്ത്ര യുദ്ധഭൂമി കൂടിയാണ്. മുൻപ് മേഖലയിൽ ഒരു പ്രതിസന്ധി ഉയർന്നു വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഹിസ്ബുള്ള മുന്നിട്ടിറങ്ങിയിരുന്നു. അതിന്റെ അന്തിമ ഫലമെന്നോണമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു സമാധാന കരാറിനുള്ള നീക്കങ്ങൾ വരെ ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആഴ്ന്നിറങ്ങിയ ഇസ്രായേലിന്റെ ക്രൂരമായ ആക്രമണങ്ങളെ തടുക്കാൻ ഇറാൻ കൂടി നേരിട്ട് കളം പിടിച്ചതോടെ ഒരു കാര്യം ആഗോള സമൂഹത്തിന് മുമ്പിൽ വ്യക്തമാവുകയാണ്. എത്രയൊക്കെ ഭീകരാന്തരീക്ഷം ഉണ്ടായാലും, എത്രയൊക്കെ കഠിനമായ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നാലും ഒടുവിൽ ഇപ്പോൾ ഇറാൻ തെളിയിച്ചതുപോലെ സത്യം ജയിക്കുക തന്നെ ചെയ്യും.